നമസ്കാരം. ധാരു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 18/4 നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 41/2024 ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും മലയാളവും ഉണ്ടായിരുന്നു. നമുക്ക് മലയാളം ഓപ്ഷൻസ് നോക്കാം. ഇതിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, സീനിയർ സൂപ്രണ്ടൻറ്റ് തുടങ്ങിയ തസ്തികകളായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വരുന്ന UP എക്സാമിന് അതുപോലെ തന്നെ LDCക്കുമൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ. പാറ്റേൺ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് മൂന്നാമത്തതാണെന്ത് വരുന്നത്? അവരുടെ സംഭാവന, പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത്. നെക്സ്റ്റ് വൺ. തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ഭായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻസ്: ദേവദാസ സമ്പ്രദായം നിർത്തലാക്കി. തിരുവനന്തപുരം നഗരം വൈദ്യുതദീപങ്ങളിൽ പ്രകാശപൂർണിതമാക്കി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓർഡർ മൂന്നാമത്തത്, ഇത് 2, 3. അതായത് ആദ്യം മൃഗബലി നിരോധിച്ചു. നെക്സ്റ്റ് വൺ ദേവദാസ സമ്പ്രദായം നിർത്തലാക്കി. അടുത്തത് പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. അതിനടുത്തത് തിരുവനന്തപുരം നഗരം വൈദ്യുതദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. അതാണ് എൻ്റെ ഓർഡർ, കാലക്രമത്തിലുള്ള ഓർഡറിനായി വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ്: ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഹക്കീം അജ്മൽ ഖാൻ, അബ്ദുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഹക്കീം അജ്മൽ ഖാൻ 1921 അബ്ദുൽ കലാം ആസാദ് 1923 മഹാത്മാഗാന്ധി 1924 വല്ലഭായ് പട്ടേൽ 1931. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ബംഗാൾ ഗസറ്റ്, സംവാദ് കൗമുദി, ഹിന്ദു പാട്രിയറ്റ്, മിറാത്ത് ഉൽ ഖബർ ആണ്. എൻ്റെ ആൻസർ കീ വരുന്നത്. തെറ്റായ ജോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മിറാത്ത് ഉൽ അക്ബർ, ഫിറോസ് ഷാ മേത്തയാണ് തെറ്റായ ജോഡി. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് നമുക്കറിയാം, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. അവകാശവാദം എ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. അതിൻ്റെ കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വാദവും എ, കാരണവും ആർ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എയും ആർ എന്നിവ ശരിയാണ്. നമ്മൾ കൊടുത്തേക്കുന്ന എയും ആറും ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം ആർ അല്ല. സി എന്ന് പറയുന്നത് എ ശരിയും ആർ തെറ്റുമാണ്. ഡി എ തെറ്റും ആർ ശരിയുമാണ്. 5th ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പറയുന്നത്. അവിടെ എയും ആറും ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം അല്ല ആർ എന്ന് പറയുന്നത്. 2 ഓപ്ഷൻസും ശരിയായിട്ടുള്ളവരെയാണ് കൊടുത്തേക്കുന്നത്. അവകാശവാദവും കാരണവും ശരി തന്നെയാണ്. പക്ഷേ എയുടെ കറക്റ്റ് വിശദീകരണമല്ല ആർ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി.
എ കളക്റ്റീവ് പവർ ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? ഓപ്ഷൻസ്: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150 എപ്പിസോഡായിരുന്നു ഇത്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകളുടെ കലാപരമായ പ്രതിദാനം അവിടെ പ്രദർശിപ്പിച്ചു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉമാണ് തെറ്റ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻസ്: കൊങ്കൺ സമതലം, കത്തിയവാർ പെൻസുല, കച്ച് സമതലം, ഉത്കൽ സമതലം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉത്കൽ സമതലം. നെക്സ്റ്റ്, വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. അത് വ്യാപാരക്കാറ്റിനെതിരായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. നെക്സ്റ്റ് വൺ, വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഓപ്ഷൻസ്: ഡോബ്സൺസ് യൂണിറ്റ്, ലക്സ്, ബ്യൂഫോർഡ് സ്കെയില്, പാർട്സ് പെർ 1000. ആൻസർ കീ ഓപ്ഷൻ എ ആണ്, ഡോബ്സൺസ് യൂണിറ്റ്. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഓപ്ഷൻസ്: ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് ക്യാമ്പ്. ആവരണം പ്രധാനമായി ഇരുമ്പും നിക്കലും ചേർന്നതാണ്. മെഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. മോഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷകനദി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോതയാർ. പോഷകനദി അല്ലാത്തത് കോതയാർ. നെക്സ്റ്റ് വൺ, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കി ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്തുവാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കി ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്തുവാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, XPO സാറ്റ്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായിട്ട് വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറഞ്ഞ ഏത് പ്രസ്താവനയാണ് ശരി? സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറഞ്ഞ ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻസ്: വ്യവസായ വികസനത്തിൻ്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എൻ്റർപ്രൈസ് മാനേജ്മെൻറ്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാലം, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിൻ്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലി 2 and 4 ആണ് ശരിയായ പ്രസ്താവന. ഓൺലി 1, 2 and 4. ഓക്കെ. WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളെ തിരിച്ചറിയപ്പെടുന്നതിനാൽ വികസന രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളെ തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസന രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. S&D പെട്ടിയാണ് തിരിച്ചറിയുന്നത്. S&D പെട്ടി. നെക്സ്റ്റ് വൺ, GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻസ്:
കാർഡുകളിലേക്ക് UPIയിലേക്കും പണമടയ്ക്കാം. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ കണക്കാക്കേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിൻ്റെയും വെവ്വേറെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ആൻഡ് 3. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻസ് ഏകദേശം 20%, 5% മുതൽ 15% വരെ, 20%-ലധികം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചെല്ലയ്യ കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് ആൻസർ, ചെല്ലയ്യ കമ്മിറ്റി. നെക്സ്റ്റ്, ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി വരുന്നുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ്. നെക്സ്റ്റ്, മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസ്: മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് പറയുന്നത്. ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി. 51A അറിയാമല്ലോ എന്താണ്. ഓക്കെ. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 325, ആർട്ടിക്കിൾ 76, ആർട്ടിക്കിൾ 368. ഇത് ചേരുംപടി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ 1A നെക്സ്റ്റ് വൺ, കറക്റ്റാണ് കൊടുത്തേക്കുന്നത് അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുക്കൾ തിരിച്ചറിയാം. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം, 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം, 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം, 91-ാം ഭരണഘടനാ ഭേദഗതി നിയമം. ഇത് ഏതാണ് യോജിക്കുന്നവ ഏതെല്ലാം ഒന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ് അല്ലേ? 42 പറയും മിനി ഭരണഘടന അല്ലാത്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മുന്നിൽ നിന്ന് സ്ത്രീകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മുന്നിൽ നിന്ന് സ്ത്രീകൾക്ക് നീക്കിവെച്ചേക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭരണഘടന 106-ാം ഭേദഗതി നിയമപ്രകാരം. ഭരണഘടന 106 സ്ത്രീകൾക്ക്. നെക്സ്റ്റ് വരുന്നത്, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയാണ്. ഏതാണ് ശരി? ഓപ്ഷൻസ്: 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പറഞ്ഞേക്കുന്നത്. എല്ലാം ശരിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് സ്കീമാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻസ്: സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഭാഗം
18 അല്ലേ, ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും അവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യാം. ഓപ്ഷൻസ്: ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ രണ്ടാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നാണ് KASൻ്റെ ലക്ഷ്യം. KASൽ KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, സെലക്ഷൻ ഗ്രേഡ് സ്കെയിലുമുണ്ട്. KS ഓഫീസർ, സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നുണ്ട്. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ കരിയർ ആരംഭിക്കും. ആൻസർ 25ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു. 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു, എവിക്ഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുടിയാന്മാർ, കുടിക്കെടുപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നതിന് സ്റ്റേ ചെയ്യാനാണ് എവിക്ഷൻ്റെ പ്രാഥമിക ലക്ഷ്യം. നെക്സ്റ്റ് വൺ, കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻസ്: 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല NHGS, ADS, CDS സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. മുകളിൽ പറഞ്ഞവയെല്ലാം ഏതൊക്കെയാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിൻ്റെ അധ്യക്ഷതയിലുള്ള നിയമ അനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിൻ്റെ അധ്യക്ഷതയിലുള്ള എന്തിൻ്റെ അധ്യക്ഷതയിലാണെന്നാണ്? ഒരു നിയമ അനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. 28ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. നെക്സ്റ്റ് വൺ, അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അത് പ്രവർത്തിക്കുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അത് പ്രവർത്തിക്കുന്നു. ശരിയല്ലാത്തത് ഓക്കെ. ഓപ്ഷണൽ ആൻസർ പ്രകാരം നമുക്ക് ഓപ്ഷൻ സി ആണ് ഒരു ആൻസർ വരുന്നത് കേട്ടോ. അക്ഷയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് ഇപ്പോൾ. ഓക്കെ. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2005. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ, ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ ആർട്ടിക്കിൾ 243A, 243K ചേരുംപടി ചേരുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പറഞ്ഞേക്കുന്നത്. നോക്കാവുന്ന, അതായത് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് PRAകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയായിട്ട് വരുന്നു. പിന്നെ അല്ലേ 2 എന്ന് പറയുന്നത് ഭരണഘടന 12ാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ ഡി ആണ്, ഗ്രാമസഭയാണ് വരുന്നത്. 4 എന്ന് പറയുന്നത് സി ആണ് വരുന്നത്. 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് ഓർത്തിരിക്കാവുന്ന. ഈ പ്രാവശ്യം നമുക്കും ചോദിക്കാം. നെക്സ്റ്റ് വൺ, 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്?
2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022 ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, റാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്കൊരു കടമ നിർവഹിക്കുവാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മാൻഡമസ്, ജുഡീഷ്യൽ പ്രതിവിധി. അടുത്തത്, PMKSY ഡാഷുമായി ബന്ധപ്പെട്ട പ്രധാന സർക്കാർ പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജലസംരക്ഷണ മാനേജ്മെൻറ്റ്. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത, വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? ഓപ്ഷൻസ്: അഭ്യർത്ഥന സമയം മുതൽ 30 ദിവസം, ബി അഭ്യർത്ഥന സമയം മുതൽ 15 ദിവസം, സി അഭ്യർത്ഥന സമയം മുതൽ 24 മണിക്കൂർ, ഡി അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. സമയപരിധി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂറാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, പ്ലേഗിൻ്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻസ്: എർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇതുണ്ടാക്കുന്നത്, കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്, അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്, രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഉള്ളി 1, 3, 4. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ശരി? ആർദ്രം മിഷൻ ഓപ്ഷൻസ്: നിലവിലുള്ള PTCകളെ FHCകളാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD, CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫ് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ഉള്ളി 1, 3, 4 ആൻസറായി പറയുന്നത്. 1, 3, 4. നെക്സ്റ്റ് വൺ, ആൻജിയോജെനിസിനുള്ള ശരിയായ പ്രസ്താവന. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: അസ്ഥി മജ്ജയിലെ ക്യാൻസർ കോശങ്ങളുടെ വികാസനത്തിൻ്റെ അവസ്ഥയാണിത്, പുതിയ രക്തക്കുഴലുകളുടെ വികസനം, കരളിലെ ഹെപ്പറ്റോസൈറ്റുകളുടെ പുനരുജ്ജീവനത്തെ നിർവചിക്കുന്ന പദം, വളർച്ചാ ഹോർമോൺ സ്രവിക്കുന്ന പ്രക്രിയ. ആൻജിയോജെനിസിസ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ്. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. നെക്സ്റ്റ് വരുന്നത്, താഴെ പറഞ്ഞവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? ഓപ്ഷൻസ്: വിറ്റാമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റിക് അനീമിയയ്ക്കും വിനാശകരമായ അനീമിയയ്ക്കും കാരണമാകുന്നു. ഹൈപ്പോ വിറ്റമിനോസിസ് എയുമായി ബന്ധപ്പെട്ട 2 പ്രധാന ലക്ഷണങ്ങളാണ് പെല്ലാഗ്രയും വിഷാദവും. വിറ്റാമിൻ എയുടെ കുറവും രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. ഹൈപ്പർ വിറ്റമിനോസിസ് എ കുട്ടികളിൽ അസ്ഥികളെ മൃദുവാക്കുന്നു. ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, വിറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. വിറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻസ്: പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു, ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3 ശരിയാണെന്നും അവർ പറയുന്നുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പറഞ്ഞേക്കുന്നത്, ഒള്ളി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാണ്. ഇനി, മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവ ഘടികാരം, തെറ്റായ ശരീരഭാവം. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ കാരണമാണ്. നെക്സ്റ്റ് വൺ, പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്
പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്. നെഗ്ലേരിയ ഫെലൗരി, അമീബിയ പ്രോട്ടിയസ്, പാരമീബിയ പെർസീനിയോസ, മുകളിൽ പറഞ്ഞവയല്ല. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നെഗ്ലേരിയ ഹൗലേരി. നെഗ്ലേരിയ ഹൗലേരി പുതിയൊരു പദം. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ്, നെഗ്ലേരിയ ഫൗലേരി. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻസ്: COVID-19 രോഗലക്ഷണമുള്ളവർക്കോ വൈറസ് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായി ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കുന്നതായിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്ഷൻ സി. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഓപ്ഷൻ എ ആണ്, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഓപ്ഷൻ എ. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളുടെ വിശദീകരിക്കുന്ന പ്രതിഭാസം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, വിസരണം. ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ ഏതാണ്? 47ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻഫ്രാറെഡ്. ദൈർഘ്യമുള്ള ഇൻഫ്രാറെഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, PSLV C-57. PSLV C-57. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻസ്: ഇലക്ട്രോപോസിറ്റീവ് മൂലകവും ഇലക്ട്രോനെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോനെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലൻ്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് രൂപപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 and 4 only. 1, 2, 4 ഉള്ളിയും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസ്: അറിയപ്പെടുന്ന ഏത് പദാർത്ഥത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിനുള്ളത്. ഹീലിയം സാധാരണ ദ്രാവകവും ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ദ്രാവകവുമാണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത്, ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? ഓപ്ഷൻസ്: ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളും ഉണ്ടെങ്കിൽ ലായകത കുറവാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങൾ വളരെ ലയിക്കുന്നവയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി, ഡാനിഷ് സിദ്ദിഖി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. കൂടിയാട്ടം, മോഹിനിയാട്ടം, കേരള നടനം. ഇതിൽ ശരിയായ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉം ശരിയാണ്. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ഭീമൻ രണ്ടാമൂഴം, ചേതന ആരാച്ചാർ. അതിൽ ജോഡി ചേരുന്നവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉമാണ്. 1ഉം 3ഉം. മുജീബ് ആടുജീവിതം. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര്, അവരുടെ തൂലികാനാമം ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. നന്ദനാർ പി.സി. രാമചന്ദ്രൻ, ആനന്ദ് കെ സച്ചിദാനന്ദൻ, ടി ഉബൈദ്, അബ്ദുൾ റഹ്മാൻ, വിലാസിനി എം.കെ. മേനോൻ. ശരിയായ ജോഡി ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം.
ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ആനന്ദ് കെ സച്ചിദാനന്ദ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ്. ഓക്കെ, വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. നോക്കുക. പോളോ, റഗ്ബി, വോളിബോൾ, ബേസ്ബോൾ ചേരുന്നവ നോക്കുക. എത്ര എണ്ണം ഉണ്ടെന്ന്. 56ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. പോളോയ്ക്ക് 4 പേര്, റഗ്ബി 9 പേര്, റഗ്ബിക്ക് 15 പേർ, റഗ്ബി 15 പേർ, നേരെ തന്നെ റഗ്ബി 15 പേര്, വോളിബോളിൻ്റെത് 6 പേരല്ലേ, ബേസ്ബോളിന് 9 പേര്. പഠിച്ചു വെക്കണം. തെറ്റല്ലേ ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ശരിയാക്കിയിട്ട് പോവാം. പോളോ ഒരു പറയുന്നത് 4 പേരെന്നാണ്. ബി ഐ ആണ് 15 അപ്പോൾ, സി എൻ 6 പേരല്ലേ, ഡി കെ ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത് താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗി, മോക്ഷപ്രദീപം, ആത്മവിദ്യ, ലേഖമാല, ബ്രഹ്മസങ്കീർത്തനം. ഏതൊക്കെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളെന്ന് നോക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് കൃതികൾ. മോക്ഷപ്രദീപം അറിയാം അല്ലേ, ബ്രഹ്മസങ്കീർത്തനം ഞാനാണ് പെട്ടുപോയതിന്. 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, ശരീരശാസ്ത്രം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം ശരിയാണ്. നെക്സ്റ്റ് 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് തെറ്റായത്. നെക്സ്റ്റ് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഖനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിച്ചുരുക്കുന്നതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയാണ്? ഓപ്ഷൻ ശരത് ബാബു, ദിഗുമാട്ടിയും ഡൽഹി സർക്കാരും, ഏകതാ കപൂറും സ്റ്റേറ്റ് ഓഫ് എംപിയും, നവതേജ് സിംഗ് ജോഹറും യൂണിയൻ ഓഫ് ഇന്ത്യയും, ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. ഏത് ഹർജി? നെക്സ്റ്റ് വൺ ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഹബ് ഒരു മൾട്ടി ബോബ് റിപ്പീറ്ററാണ് റൂട്ടുകൾ. ഇതിൻ്റെ ആൻസർ 61ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 62 CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. 62ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷൻ അവരുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. കിഡ് ഗ്ലൗ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ് ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗതയുണ്ട്. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒള്ളി 2ഉം 3ഉമാണ്. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിൽ നൽകിയിരിക്കുന്ന നിർവചനം. ഓപ്ഷൻസ് അവൻ അല്ലെങ്കിൽ അവൾ അന്വേഷിക്കുന്ന വിവരങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പൊതു ഓഫീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന ഒരു പൗരനാണ്. വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരം ഉൾപ്പെടുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി. 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് 21 വയസ്സിൽ താഴെയുള്ള കുട്ടി, 14 വയസ്സിൽ താഴെയുള്ള കുട്ടി, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ,
21 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടി എന്നാണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമപ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അധ്യക്ഷനാകും. ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രൈബ്യൂണലിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണൽ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രൈബ്യൂണലിന് മുൻപാകെയുള്ള ഒരു നടപടിയിൽ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഏതൊക്കെയാണ് ശരി? കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ ഏതെങ്കിലും നടപടിയെടുക്കുവാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. ലോകായുക്ത അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ഏകീകൃത റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടതാണ്. ലോകായുക്ത നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി അന്വേഷണത്തിനും വിചാരണയ്ക്കും വേണ്ടി ലോകായുക്ത എന്നറിയപ്പെടുന്ന ഒരാളെ കേരള മുഖ്യമന്ത്രി നിയമിക്കും. ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ് ശരി. നെക്സ്റ്റ് വൺ, ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? പ്രിസൈഡിംഗ് ഓഫീസറും ഇൻറ്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കുറയാത്ത പദവി വഹിക്കും. സീനിയർ തലത്തിൽ ജോലി ചെയ്ത സ്ത്രീ ആയിരിക്കേണ്ട ഒരു പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമനിർദ്ദേശം ചെയ്യും. പീഡനത്തിന് ഇരയായ ഏതൊരു സ്ത്രീക്കും കഴിഞ്ഞ സംഭവം നടന്ന തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച് ആന്തരിക പരാതി കമ്മിറ്റിക്ക് പരാതി നൽകാം. ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഭരണഘടന 105 ഭേദഗതി നിയമപ്രകാരം 2021 സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയേതാണ്? ഓപ്ഷൻസ്: പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ ഘടന, പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഭേദഗതി. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലിയിലും ST സീറ്റുകളുടെ സംവരണത്തിനും 70 വർഷത്തിൽ നിന്ന് 80 വർഷമായി കിട്ടുന്നതാണ് ഭേദഗതി. കൂടാതെ ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സംവരണം ചെയ്ത സീറ്റുകൾ നീക്കം ചെയ്യാനായി നിലവിലുള്ള സംവരണത്തിന് പുറമെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരമാവധി 10% സംവരണവും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ തസ്തികകളിൽ പ്രാരംഭ റിക്രൂട്ട്മെൻറ്റുകളും ഭേദഗതി നിർദ്ദേശിക്കുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 105 ഭേദഗതി. അടുത്തത്, വാല്യൂ ഓഫ് 37² - 3² / 34 ആൻസർ 71 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 72 ആൻസർ ഓപ്ഷൻ ബി ആണ്. 73 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 24 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 75 ആൻസർ ഓപ്ഷൻ സി ആണ്. 75 ആൻസർ ഓപ്ഷൻ സി ആണ്. 76 ആൻസർ ഓപ്ഷൻ ബി ആണ്. 77 ആൻസർ ഓപ്ഷൻ സി ആണ്. 78 product of 3 consecutive integers always divisible by ബി ആണ് ആൻസർ. 79 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 80 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ഉണ്ടല്ലേ.
71 ഡി, 72 ബി, 73 ഇവിടെ നോക്കാം, 73 സി, 74 എ, 75 സി, 76 ബി, 77 സി, 78 ബി, 79 ഡി, 80 എ. ഓക്കെ, ഇനി വേറെ നെക്സ്റ്റ് ഇംഗ്ലീഷിൻ്റെയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ഐ ഡാഷ് സ്റ്റേ, ബ്രാക്കറ്റിൽ സ്റ്റേ ഹിയർ ടിൽ സൺഡേ. ആൻസർ വരുന്നത് 81ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പറയുന്നത്. വിൽ ബി സ്റ്റേയിങ് 81 ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് ജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ് ഓഫ് ദ സെൻറ്റൻസസ്. പ്ലീസ് ഡ്രോ ദി ഫിഗർ. You are instructed to draw the figure. You are requested to draw the figure. You are ordered to draw the figure. You are implored to draw the figure. Answer option B ആണ്. Next one, fill in the blank using suitable preposition. I dash walk 10 miles without getting tired. 83 answer option C ആണ്, can. Next 84, complete the following sentences using appropriate question tag. It is not raining. Answer option A ആണ്, is it. Combine the two sentences using suitable correlative conjunction. It is not useful. It is not ornamental. ഓപ്ഷൻസ് ഏതാണ് നോക്കാം. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ്, നെയ്തർ നോർ, ഏതർ ഓർ. ആൻസർ സി ആണ്, നെയ്തർ നോർ. ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് നെക്സ്റ്റ് ഇൻ ദി സെൻറ്റൻസസ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഹി വാസ് കിൽഡ് ഇൻ ദി ബാറ്റിൽ ഫീൽഡ്. കിൽഡിൻ്റെ സിനോണിം 86. ആൻസർ ഓപ്ഷൻ ബി, സ്റ്റെയിൻ. Fill in the blanks using appropriate gerund form of the word given in the bracket. Do you mind dash bracket share some picture of your trip on Facebook? Share and gerund. Answer option B ആണ്, sharing. Substitute the words underlined with a suitable phrasal verb. Answer option B ആണ്, sent for. Summoned, sent for. Fill in the blank using suitable preposition. About. Give the correct spelling of the adjective that means careful or taking great care. Answer option A. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ശരിയായ ഏതെല്ലാം? അടിമത്തം, ഐച്ഛികം, ഇതിലേതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, ഒന്ന് മാത്രം ശരി. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏതാണ്? അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു. ആൻസർ ഓപ്ഷൻ സി ആണ്, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏതാണ്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. ഓപ്ഷൻസ്: ചെറിയ വെള്ളത്തുള്ളികൾ ശരിയായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു. പല തുള്ളി പെരുവെള്ളം. പയ്യെ തിന്നാൽ പനിയും തിന്നാം. ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, പലതുള്ളി പെരുവെള്ളം. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏതാണ്? ചലം, ഗിരി, നഖം, ശൈലം. ഇതിൽ പര്യായമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചലം. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻസ്: അജംഗമം, ഗമം, സ്ഥിരം, സ്ഥാവരം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്? കർഷകൻ്റെ സ്ത്രീലിംഗം കർഷക. കൈയൊടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്താണ്? കൈയും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാവൂ. അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടൂ. ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്. വിണ്ടലം എന്ന പദത്തെ പിരിച്ചിടുന്നത് എങ്ങനെയാണ്? വിണ്ടലം പഴയ ക്വസ്റ്റ്യനാണ്. വിണ്ടലം ഓപ്ഷൻ എ, വിൺ പ്ലസ് തലം. പഴയ ക്വസ്റ്റ്യനാണത്. വിൺതലം.
അത് 16, 17 2016, 17, 18 കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള വിണ്ടെല്ലാം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, താഴെ 99 കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൻ. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏതാണ്? 99 ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കഞ്ചനേർ മിഴി. കഞ്ചനേർ മിഴി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദങ്ങളല്ലാത്തത് ഏതാണ്? അങ്ങാടി, കമ്പോളം, ആപണകം, തെരുവ്. ആൻസർ ഓപ്ഷൻ ഡി. ഇത് മൂന്നും അല്ലേ, തെരുവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ for more previous questions and answers. Thank you very much.